അത്? ഞാൻ ശങ്കരനാരായണൻ. അയ്യോ, എന്റെ ചട്ടിയൊക്കെ പൊട്ടിച്ചു. ഇയാൾ ഈ സൈക്കിൾ നോക്കിയെടുത്ത് എങ്ങോട്ട് പോന്നു? മുറ്റത്ത് വെച്ച സൈക്കിളിന്റെ ടയർ പട്ടി കോലായി സൈക്കിൾ വെച്ചൊക്കെ ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ട് ഇറക്കും? അല്ല, പട്ടി. പട്ടി എന്റെ തന്ത. ഇങ്ങോട്ട് ഞാൻ അഡ്വാൻസ് കൊണ്ട് വന്നതാ. എന്താ വിശാലം ഇത്? വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ അതിഥി? ഇയാൾ ചട്ടി പൊട്ടിച്ചു. ഒരു ചട്ടി പൊട്ടിയെങ്കിൽ 10 ചട്ടി വേറെ വാങ്ങിക്കാമല്ലോ. അച്ഛന്റെ 4 ലക്ഷത്തെ ഉപദ്രവിക്കാതെ. അതൊക്കെ പറ. 4 ലക്ഷം എന്നൊക്കെ ആദായ നികുതിക്കാർ കേട്ടാ നമ്മളെല്ലാം അകത്താവും. എന്തായാലും 4 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ആളെ ചേർക്കുന്നതെന്ന് അച്ഛനിപ്പോ സമ്മതിച്ചോ? എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ. ഈ തുക കിട്ടിയിട്ട് വേണം മോളെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ. ഓ, എന്തൊരഭിനയം. അപ്പൊ കാര്യങ്ങൾ പരസ്പര പൂരകമാണ്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. എന്റെ 4 ലക്ഷം കിട്ടിയിട്ട് വേണം മകളെ കല്യാണം കഴിപ്പിക്കാൻ. ലക്ഷത്തിന്റെ കാര്യം പതുക്കെ പറയാൻ പറഞ്ഞിടൂ. അഡ്വാൻസ് തുക തൽക്കാലം 1 ലക്ഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 2 ലക്ഷം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ട് ശരിയാവും, ഉടനെ ശരിയാവും. ഇതങ്ങ് വാങ്ങിയാട്ടെ. അല്ല, അത് ബാക്കി 3 ലക്ഷം കിട്ടിയിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്താൽ മതിയെന്നേ. അല്ല, എനിക്കിതിനൊരു രസീതി വേണം. അതൊന്നും നടക്കില്ല. ആദായ നികുതിക്കാണെങ്കിൽ നമ്മളെ 2 പേര് അകത്താക്കും. അപ്പോ ഞാൻ പുറത്തു പോയി 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വന്നാൽ? അല്ല സാറി, തുക വാങ്ങിച്ചോന്ന് എനിക്കൊരു ഉറപ്പിന്. സാക്ഷികളല്ലോ ഈ നിൽക്കുന്നത്. ഇത് മതിയാ? പോരെങ്കിൽ ഏറ്റവും വലിയ സാക്ഷിയല്ലേ മോള് നിൽക്കുന്നത്. ആര്? കർമ്മസാക്ഷി, സൂര്യഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ബാക്കി 3 ലക്ഷം സംഘടിപ്പിക്കണമല്ലോ. പൊട്ടിയ ചട്ടി വാങ്ങിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളാ ഈശ്വര. കുടുകുടു കുടുകുടു കേൾക്കുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. മാനത്തച്ഛൻ 10 തേങ്ങ പെറുക്കിയിടുന്നല്ലോ. എന്നിട്ട് വർഷമാസഗതി എനിക്ക് ഉണ്ടാവാനോ? എന്നെ കിട്ടൂല. മുണ്ടെന്ന് പറയാനോ പറയുന്നത് ജന്തുക്കളെ. എങ്ങോട്ടായിരിക്കണം? കാളച്ചന്തയിലേക്ക്. രാവിലെ തുടങ്ങിയത് കാളച്ചന്ത കാണണോ? പറഞ്ഞു ആടി മാണിക്ക് കൊല്ലുന്ന നേരിട്ട് കാണണോത്രേ. ചെല്ല് ചെല്ല്. എന്താ ഗോലക്ഷ്മി മാഷി വരും? അറിയിച്ചോന്ന് ചോദിച്ചാൽ അകത്തിന് സംസാരിക്കാം. എന്തോന്ന് നമുക്ക് 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആലോചിക്കാനുള്ളത്. അതിലൊന്ന് ആൻ ടീച്ചറിന്റെ കാര്യമാണ്. 4 കൊല്ലം മുമ്പുള്ള കാര്യമായിരിക്കാം. എന്നാലും ഈ ഇരിക്കുന്ന ആന ടീച്ചറുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയ ആളാണ് ആ ഗോകുലകൃഷ്ണൻ മാഷ്. അതൊക്കെ ആന ടീച്ചർ അപ്പോഴേ മറന്നു കാണും. അല്ല ടീച്ചറെ? മറന്നിട്ടൊന്നുമില്ല. എന്റെ കാര്യത്തിൽ ഇടപെടാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? എന്റെ ഭർത്താവിന് ഞാൻ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരുന്നത്. എന്നാലും അവൻ കാണിച്ച ചരിത്രമല്ലേ. പക്ഷേ അയാളിവിടെ മാഷായിട്ട് വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ടീച്ചറുടെ വലിയ മനസ്സ്. എന്നാൽ എനിക്കത് അങ്ങോട്ട്. അന്ന് അയാൾ 25,000 രൂപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതായിട്ടാണല്ലോ എന്റെ ഓർമ്മ. അല്ലെങ്കിലും ക്ലെയിം ഉള്ള ആളെ വേണ്ട ചേർക്കാൻ. ഞാൻ വിവരമൊക്കെ അറിയിച്ചെന്നേ. അയാൾക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടിക്കാണും. അല്ലാതെ 3-4 കൊല്ലമായിട്ട് ഈ ജോലിക്ക് വേണ്ടി വായും പിടിച്ചിരിക്കുമെന്ന് വിചാരിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല. ഞാൻ ഇന്നലെ ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടു. കുറുവാഞ്ചേരിക്കാരനൊരു ശങ്കരനാരായണൻ. പാവായുടെ പണമൊന്നുമില്ല, ഞാനത് നോക്കൊന്നുമില്ല. സാർ, അടിസ്ഥാനപരമായി ഗോകുലകൃഷ്ണൻ മാഷ് ഒരു പാവമാണ്. അയാൾ ഇല്ലെങ്കിൽ മറ്റൊരാളെ ആലോചിച്ചാൽ മതി. അയാൾക്ക് വേറെ ജോലി കിട്ടിക്കാണും മാഷേ. ഈ DPIP വലിയ ചതിയായിപ്പോയി. ഒരെണ്ണം പറഞ്ഞാൽ അനുസരിക്കില്ല. രക്ഷിതാക്കളാണെങ്കിൽ ദിവസേന വന്നോണ്ടിരിക്കുക. അതെന്തിനാ? പിള്ളേരുടെ TC വാങ്ങാൻ. അല്ലാതെന്തിനാ? ഈ പാഠ്യപദ്ധതിയിൽ പലർക്കും വിശ്വാസമില്ല. പിള്ളേര് 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും 8ഉം പൊട്ടും തിരിയാത്ത പൊട്ടന്മാരായി പോകുന്ന എല്ലാവരുടെയും പേടി. കൊടുക്കരുത്, ഒരൊറ്റ എണ്ണത്തിന് TC കൊടുക്കരുത്. എന്ന് വെച്ചാൽ TC താടാന്നൊക്കെ പറഞ്ഞ് ചിലർ തല്ലാൻ വരിക. തല്ലുകൊണ്ടാലും TC കൊടുക്കരുത്. ഈ DPIPയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. ഈ DPIP മനുഷ്യനെ തുലച്ചിട്ടേ പോകുള്ളൂ തോന്നുന്നു. വേൾഡ് ബാങ്ക് ഏർപ്പാടുകൾക്ക് വല്ല കാര്യമുണ്ടോ? ചുമ്മാ ജില്ല തോറും കോടിക്കണക്കിന് രൂപ വാരി അറിയാൻ.
തന്തമാരും തള്ളമാരും പിള്ളേരുടെ ടി സി വാങ്ങിക്കാൻ സ്കൂളിലേക്ക് ദിവസവും വന്നോണ്ടിരിക്കുക. അവറ്റകളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് മാറ്റാൻ. അല്ല, ഗോകുലേഷൻ മാസ്റ്റർ കയ്യിൽ നിന്ന് വാങ്ങിച്ച 25,000 രൂപ നിങ്ങൾ തിരിച്ചു കൊടുത്തെന്നല്ലേ പറഞ്ഞത്? അതെ, തിരിച്ചു കൊടുത്തല്ലോ. നോക്കെടുത്ത നുണയെ പറയൂന്ന് അറിയാഞ്ഞിട്ടല്ല, സത്യമല്ല അയാൾ പറഞ്ഞു. ആര്? 5 മിനിറ്റ് മുമ്പാ ഗോകുലേഷൻ മാസ്റ്റർ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. അവൻ വന്നോ? ശിവദാസ, ശങ്കരക്കുട്ടി, ശങ്കരക്കുട്ടി, നമ്മൾ കത്തയച്ചത് വെറുതെ ആയില്ല. ഗോകുലേഷന്റെ സ്ഥലത്തെത്തി കഴിഞ്ഞു. അവൻ ജോലി കിട്ടിയാലെന്നിറങ്ങി സ്ഥലം വിടുന്നതിന് മുമ്പ് നമുക്ക് അവന്റെ തപ്പണം. 4 2 തല്ലി ഓടിക്കണം. ആരൊക്കെയാണ് എന്റെ കൂടെ വരണമെന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. ഞാൻ റെഡി മുതലാളി. ആ, ഞാനും റെഡി. എന്നാ പിന്നെ സമയം കളണ്ട, വരൂ. ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്തിന്? ആരാ നിങ്ങള്? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാക്കി പിന്നെ ചോദിക്കോ? വീട്ടിൽ നിന്നൊന്നും പറഞ്ഞില്ലേ? വീട്ടില് ഞാൻ ഈയിടെയായിട്ട് വീട്ടിൽ പോവാറില്ല. എനിക്ക് ലേശം തിരക്കോട്ടെ. ഞാൻ ഗോകുലേഷ്ടം മാസ്റ്റർ യശോദ ടീച്ചറുടെ പ്രസവാവധിക്ക്. യശോദ ടീച്ചർ ആര് പ്രസവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശൂശൂന്ന് ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു മൂർഖമ്പാവ് 10 വെടുത്ത് നിൽക്കുകയെന്ന്. ഇടവഴിയിൽ ഒളിച്ചത് മനുഷ്യനെ പേടിപ്പിക്കുന്നു. ക്ഷമിക്കണം, സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് മുഖം വെളിയിൽ കാണിച്ചാൽ മതിയെന്ന് കരുതി. അതുകൊണ്ടാണ് വിളിച്ചിരുന്നത്. പോരുന്ന വഴിക്ക് കാഞ്ഞിരപ്പാല ചന്തയിലിറങ്ങി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കശുവണ്ടിപ്പരിപ്പ് ഉണക്കമീനും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ ഗോകുലകൃഷ്ണൻ സാറിന്റെ സ്കൂളിൽ ചേരാൻ. ഓ, ഗോകുലകൃഷ്ണൻ മാഷ്. ഞാന് വേറെ ആരും ആണെന്ന് തെറ്റിദ്ധരിച്ചു. പറയട്ടെ മാഷെ, എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് ഓർമ്മശക്തി തീരെ ഇല്ല. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി സംസാരിക്കാം. അപ്പൊ ഈ 4 കൊല്ലത്തിനിടയ്ക്ക് വേറെ ജോലിയൊന്നും ശരിയായില്ലേ? പലതും ചെയ്തു. കൃഷി വകുപ്പിന്റെ കീഴിൽ നെല്ലിന് മരുന്നടി, ജനകീയാസൂത്രണത്തിന്റെ റോഡ് വെട്ട്. പിന്നെ സാറിനോടായോണ്ട് സത്യം തുറന്നു പറയാലോ, 1-2 മാസക്കാലം കടവങ്കോട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പട്ടിപിടുത്തക്കാരനായിട്ടും ജോലി ചെയ്തു. പട്ടിപിടുത്തമൊക്കെ എങ്ങനെ പഠിച്ചു? സാർ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡോക്ടറും എഞ്ചിനീയറും പട്ടിപിടുത്തക്കാരനും ഒളിഞ്ഞിരിപ്പുണ്ട്. അതാത് സാഹചര്യത്തിൽ ഓരോന്നായി പുറത്തു വരും, അത്രേ ഉള്ളൂ. സാറിന്റെ കത്ത് കൈ കിട്ടിയപ്പോ എനിക്കുണ്ടായ സന്തോഷം. ദാ ഇതങ്ങോട്ട് വാങ്ങിയട്ടെ. കത്തോ? ഏത് കത്ത്? സാർ അയച്ച കത്ത്. വത്സം മാസ്റ്റർ റിട്ടയർ ചെയ്തെന്നും ഞാൻ ഉടനെ വന്ന് ജോയിൻ ചെയ്യണമെന്നൊക്കെ. ഇത് ഈ കത്ത് ശരിക്കൊരു മൃതസഞ്ജീവനിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെ ഒരു കത്ത് ഹാറ്റ് നോറ്റിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു കത്ത് അയച്ചെങ്കിലും ഉടനെ മാഷെ അങ്ങനെ അപ്പോയിന്റ് 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. പണമല്ലല്ലോ കാര്യം. അപ്പൊ അന്ന് 25,000 രൂപ മതിയോ? ഗോപാലകൃഷ്ണൻ മാഷേ, ഗോകുലകൃഷ്ണൻ മാഷ്. അതെന്തുമാവട്ടെ, ഇങ്ങനെ ഒരു കത്തയച്ചതിന് ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയും കൂലങ്കഷമായി ഞാൻ ആലോചിച്ചത്. ഏത് വശങ്ങൾ? അണ്ടിപ്പരിപ്പ് ഉണക്കമീനും. ഇതൊക്കെ വാങ്ങിച്ചോട്ടെ ആര് പറഞ്ഞു? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇഷ്ടമാണെന്ന് വിചാരിച്ച് നേരം എടുത്താൽ വൈകുന്നേരം വരെ ഉണക്കമീനും കഴിച്ച് അണ്ടിപ്പരിപ്പ് തിന്നോണ്ടിരിക്കാൻ പറ്റുമോ? തോന്നുമ്പോ എടുത്ത് തിന്നാലോ. മോളെ സ്നേഹിതേ, ചായ ഇപ്പൊ വേണ്ട. വേണ്ടാത്തോണ്ടാ. അച്ഛൻ വിളിച്ചോ? ആ, ഇയാളുടെ ഈ പൊതി മേടി തകർത്തങ്ങനെ കൊണ്ടിട്ട്. ലതക്കുട്ടി ഇപ്പോഴും ടൈപ്പ് ഓടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, നിർത്തി. ഫീസ് കൊടുക്കാൻ എവിടുന്നാ കാശ്? അല്ലേ അച്ഛാ? സത്യമായിട്ട് ഞാൻ കരുതിയത് ലതക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കാണുമെന്നാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു നല്ല ചെറുക്കനെ ഇങ്ങോട്ട് വിടട്ടോ. നീ അകത്ത് പോ. ഇനി അകത്ത് പോവാൻ. എന്തിനാ അവിടെ നേരെ ഒച്ച വെക്കുന്നത്? അവളെ എന്ത് തെറ്റ് ചെയ്തു? വേറെ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്ന ആരുടെയെങ്കിലും മെക്കെട്ട് കയറിക്കോളും. നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. മോളെ ക്ഷണിച്ചപ്പോ അമ്മ കൂടെ വന്നതാ. എന്താ പാടില്ലേ? എല്ലാരും കൂടെ ഒന്ന് പ്രാന്ത് പിടിപ്പിക്കും. അച്ഛൻ ചങ്ങല പൊട്ടിക്കുന്നതിന് മുമ്പ് മോളിക്ക് പോരെ. വാ. ഞാൻ വന്ന സമയം ശരിയായില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഒട്ടും ശരിയായില്ല. ഒന്നാമത്തെ കാര്യം, ഈ സ്കൂൾ ബിൽഡിങ്ങിന് ഒരു വിള്ളലോ ഒരു വലിയ വിള്ളല്. അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് തന്നാലേ ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. മാഷേ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ മാത്തുക്കുട്ടി നിങ്ങളെ കൊല്ലുന്നു പറഞ്ഞ് നടക്കുക. എന്റെ ജീവനേക്കാൾ വലുതാണ് എനിക്ക് ഈ ജോലി. വീട്ടിൽ പറയണം മാഷേ. ഒരു ജോലി പോയാൽ 10 ജോലി വേറെ കിട്ടും. ജീവൻ പോയാൽ പിന്നെ പോയതാ.
എങ്കിൽ ഞാൻ സാറിനോട് മറ്റൊരു രഹസ്യം തുറന്നു പറയാം. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എനിക്കൊരു വധഭീഷണി ഉണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് കേക്ക്. മാഷ് തൽക്കാലം പോ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ കത്തയക്കാം. ജോലി കിട്ടിയെന്ന് നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. തന്നെയുമല്ല, കടവങ്കോട് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എനിക്കൊരു ഗംഭീര യാത്രയപ്പം തന്നാ വിട്ടത്. എന്നിട്ടിപ്പം മടങ്ങി ചെല്ലാന്നൊക്കെ പറഞ്ഞാ ഒരു കാര്യം ചെയ്യാം. സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ പോവാം. എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരാം. ഞാൻ ഏതായാലും ഈ കത്തയച്ചിട്ടില്ല. പിന്നെ ഇത് ആരയച്ചു? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഏതായാലും ഇത് എന്റെ കൈപ്പടയല്ല.